നിയമസഭയിലെ അതിപ്രധാനപ്പെട്ട രണ്ട് ശുശ്രൂഷകൾ, പുതിയ നിയമസഭയിലെ അതിപ്രധാനപ്പെട്ട രണ്ട് അനുഷ്ഠാനങ്ങളെന്നോ ശുശ്രൂഷകളെന്നോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിൽ അതിപ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ഒന്ന് സ്നാനം, രണ്ട് കർത്താവിൻ്റെ മേശ. ഇത് രണ്ടും ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലെ ശുശ്രൂഷയാണ്. ഈ രണ്ട് ശുശ്രൂഷകളും, ഈ പറയപ്പെട്ട തിരുമേശയുടെ ശുശ്രൂഷയും വിശ്വാസ സ്നാനം എന്ന കൂദാശയും ശുശ്രൂഷയും പഴയ നിയമഭാഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്നില്ല, നാം തെളിവായി കാണുന്നില്ല. ഇത് രണ്ടും യേശു കർത്താവിൻ്റെ കൽപ്പനകളാണ്. സ്നാനം യേശുവിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് ഉപദേശിച്ച് തന്നതൊക്കെയും നിങ്ങൾ പഠിപ്പിച്ച് സകല ജാതികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളത് കർത്താവിൻ്റെ കമാൻഡ്മെൻ്റാണ്, കൽപ്പനയാണ്. അതുപോലെ തന്നെ യേശു പഠിപ്പിച്ച പറഞ്ഞ ഒന്നാണ് ഈ സ്നാനം എന്നുള്ളത്. യോഹന്നാൻ, പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമായ യോഹന്നാൻ സ്നാപകൻ സ്നാനക്കടവിൽ ജോർദാനിൽ നിന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അത് ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ സ്നാനവും കർത്തൃമേശയും ഇത് രണ്ടും പുതിയ നിയമത്തിലെ രണ്ട് കൽപ്പനകളാണ്. ഇത് യേശു കർത്താവിനാൽ സ്ഥാപിതമായി. ഈ നമ്മൾ വിശുദ്ധ ബൈബിളിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചാൽ, മൂന്ന് ഭാഗങ്ങളായി തിരിച്ചാൽ ചരിത്രം, ഉപദേശം, പ്രവചനം എന്ന് മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും. ചരിത്രം, ഉപദേശം, പ്രവചനം. അതിൽ മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ വരെ ചരിത്ര ഭാഗങ്ങളാണ്. മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ വരെ ചരിത്ര ഭാഗങ്ങളാണ്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം തുടങ്ങി യൂദായുടെ ലേഖനം വരെ അത് ഉപദേശങ്ങളാണ്. 21 ചാപ്റ്ററുകൾ ഉപദേശങ്ങളാണ്. ഉപദേശം, ഡോക്ട്രിൻസ്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമഭാഗത്ത് ഒറ്റ പ്രവചന പുസ്തകമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ പുതിയ നിയമത്തിൽ ഒറ്റ പ്രവചന പുസ്തകമേ ഉള്ളൂ. അത് വെളിപ്പാട് പുസ്തകമാണ്. എന്നാൽ ഇന്ന് നമ്മൾ തിരുമേശയുടെ മുൻപിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചരിത്രത്തിൽ കാണുന്നത് പലതും ഉപദേശങ്ങളിൽ കാണപ്പെടുന്നില്ല. ഉപദേശങ്ങളിൽ കാണപ്പെടുന്നത് പലതും പ്രവചന പുസ്തകമായ വെളിപ്പാടിലില്ല. എന്നാൽ ചരിത്ര പുസ്തകത്തിലും ഉപദേശങ്ങളിലും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന തിരുമേശയെക്കുറിച്ച്, കർത്തൃമേശയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. കാരണം ഇത് യേശു ചെയ്ത ശുശ്രൂഷയാണ്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണമെന്ന് കൽപ്പിച്ച ശുശ്രൂഷയാണ്. ഇതാദ്യം ചെയ്തത് ഒരു പാസ്റ്ററോ അച്ഛനോ തിരുമേനിയോ ബിഷപ്പോ ഒന്നുമല്ല. ഇത് ഏതെങ്കിലും ഒരു സഭയുടെ അടിച്ചേൽപ്പിക്കലോ ഏതെങ്കിലും ഒരു സഭയുടെ ഉപദേശവുമല്ല. ഇത് സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത, കൂടി വരുമ്പോഴൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ അതിമഹത്വരമായ ശുശ്രൂഷയാണ്. 1 കൊരിന്ത്യർ 11 അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമാണിത്. നിങ്ങൾ മനസ്സിലാക്കണം, പൗലോസ് ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. ഇത് ഇനി പൗലോസ് പറയാൻ പോകുന്ന ഈ കാര്യം ഈ മനുഷ്യനെ ആരും പഠിപ്പിച്ചതല്ല, എവിടുന്നെങ്കിലും പുള്ളിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അല്ല. ഇത് വ്യക്തിപരമായി തനിക്കുണ്ടായ ഒരു റെവലേഷനാണ്. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഫോർ ഐ ഹാവ് റിസീവ്ഡ് ഓഫ് ദ ലോർഡ്. ഞാനിത് ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തതാണ്, ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചതാണ്. നമുക്കറിയാം, യേശു കർത്താവ് പെസഹാ ദിനത്തിൽ തിരുമേശയുടെ ശുശ്രൂഷ നടത്തുമ്പോൾ പൗലോസ് അവിടെയില്ല. ആദിമസഭ, ജെറുസലേം സഭ കൂടി വരുന്ന സമയത്ത് ഈ ശൗൽ ആരായിരുന്നു? പിന്നത്തേതിൽ പൗലോസായി മാറിയ ഈ ശൗൽ ആരായിരുന്നു? സഭയെ മുടിച്ചവൻ, ഉപദ്രവിച്ചവൻ, ദൈവസഭ പൂട്ടിക്കാൻ നടന്നവൻ, ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിച്ചവൻ, അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചവൻ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു കൂടെ നിന്നവൻ. ഇങ്ങനെ ഒത്തിരി അനീതികളും തിന്മകളാലും പിടിക്കപ്പെട്ട
പൗലോസ് തന്നെ പറയുന്നുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയത്തക്ക നിലകളിൽ ജീവിച്ച മനുഷ്യനായിരുന്നു ഈ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും ഈ പെസഹാ ദിനത്തിൽ യേശു അപ്പം വാഴ്ത്തിയതോ നുറുക്കിയതോ കണ്ടിട്ടില്ല. പുള്ളി ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ തന്നിൽ പരിശുദ്ധാത്മാ വന്നപ്പോൾ, താൻ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ അപ്പോസ്തലനായി ദൈവിക ഇടപെടിയിൽ തനിക്കുണ്ടായപ്പോൾ ഈ വിഷയത്തെ സ്വർഗത്തിലെ ദൈവം മറന്നു കളയാതെ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസിന് വെളിപ്പാടിലൂടെ വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്ന എടുക്കാൻ പോകുന്ന ഈ തിരുമേശയുടെ പ്രാധാന്യത എത്ര വലുതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെന്റെ ശരീരമെന്ന് അവൻ അരുളി ചെയ്തു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും തന്റെ കരങ്ങളിലെടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു, നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും കർത്താവിന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിന്റെ മരണത്തെ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഈ തിരുമേശയ്ക്ക് പൗലോസ് തന്നെ രണ്ട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11:20 ഇത് കർത്താവിന്റെ അത്താഴം, the Lord's supper, when you come together therefore into one place, this is not to eat the Lord's supper. ഇതിനെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ അത്താഴം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:21 1 Corinthians chapter 10:21 അപ്പോസ്തലനായ പൗലോസ് തന്നെ ഇതിനെ ലോർഡ്സ് ടേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ദ ലോർഡ്സ് ടേബിൾ, കർത്താവിൻ്റെ മേശ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യു കനോട്ട് drink the cup of the Lord and the cup of devils. You cannot be partakers of the Lord's table and of the table of devil. ലോർഡ്സ് ടേബിൾ പറഞ്ഞ ലോർഡ്സ് ടേബിൾ. ഇതിനെ കർത്താവിൻ്റെ മേശയെന്നും കർത്താവിൻ്റെ അത്താഴമെന്നും 2 ഭാഗങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇത് നിങ്ങൾ അറിയേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ശുശ്രൂഷ യേശുവിൻ്റെ വരവ് വരെ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവ് വരെ മാത്രമേ ഈ മേശ, കർത്താവിൻ്റെ അത്താഴം ഇവിടെ ഉള്ളൂ. പിന്നെ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ ടേബിൾ സെറ്റ് ആകുന്നത് സ്വർഗത്തിലാണ്. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഈ ടേബിൾ പിന്നെ സെറ്റ് ആകുന്നത് ഹെവനിലാണ്. ഞാൻ അതിൽ ഒരു വാക്ക് ചേർത്ത് പറയാം: ഇവിടെ ഇത് എടുത്തവർക്ക് മാത്രമേ അവിടെ അത് എടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അത് എടുത്തവർക്ക് മാത്രമേ. ഞാൻ പറയുന്നത് ഇതുപോലെ കർത്തൃമേശ കൊടുക്കുന്ന കാര്യമല്ല, അത് കുഞ്ഞാടിന്റെ കല്യാണമാണ്, ആ സദ്യയാണ്, ആ വിരുന്നാണ്. ആ വിരുന്ന് വെളിപ്പാടിൽ കണ്ട വിരുന്നാണ്. അതൊരു എന്താ പറയുന്നത്, അക്ഷരികമായി കാണുന്ന ഒരു വിരുന്നല്ല. ദാറ്റ് ഇസ് എ റെവലേഷൻ. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വെളിപ്പാടാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിച്ച പാസേ 19-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ പറയുന്നുണ്ട്: അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുകയാണ്. ദാറ്റ്സ് എ സെലിബ്രേഷൻ. പറഞ്ഞ സെലിബ്രേഷൻ. പ്രധാനമായ 2 കാര്യങ്ങൾ പറയുന്നു. ഇത് ഒരാഘോഷമാണ്, ഇതൊരു സെലിബ്രേഷനാണ്. കാരണം എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ഈ മേശ പരാജയത്തിൻ്റെ മേശയല്ല, ഇത് ജയത്തിൻ്റെ മേശയാണ്. ദിസ് ഈസ് എ സെലിബ്രേഷൻ. കാരണം ഈ ലോർഡ്സ് ടേബിൾ എടുക്കുമ്പോൾ ചില ആൾക്കാർ അതുവരെ കരയാത്തവർ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര മനപ്രയാസവും ഭയങ്കര സങ്കടവും തോന്നുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അയ്യോ ഞാനൊരു മഹാഭാവിയാണേ എന്ന് ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ മഹാഭാവികളായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാധനം ഇവിടെ വരികയില്ല, ഈ ശുശ്രൂഷ ഇവിടെ നടക്കുകയില്ല, ഈ തിരുമേശയുടെ മിനിസ്ട്രി ഉണ്ടാകുകയില്ല. കാരണം ഇത് മഹാഭാവികൾക്കുള്ളതല്ല, ഇത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്കുള്ളതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് ഇത്
ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ യേശുവിൻ്റെ രക്തം വിലയ്ക്ക് വാങ്ങി. ആ രക്തം വീണ്ടെടുത്തു. ആ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചു. ആ രക്തം നിങ്ങളെ സ്വന്തമാക്കി എന്നതാണ് ഈ തിരുമേശ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് we are celebrating the victory of the Lord today. എത്ര പേര് ആമേൻ പറയാനുണ്ട്? ഈ ബൈബിളിൽ ദൈവം ഒരുക്കിയ, ലിസണിങ് മീ, എന്നെ കേൾക്കുന്നോ? ബൈബിളിൽ ദൈവം ഒരുക്കിയ, ദൈവം സെറ്റ് ചെയ്ത എല്ലാ മേശകളും ജയത്തിന്റെ മേശയായിരുന്നു. സങ്കീർത്തനം 23 നമ്മൾ കാണുന്ന മേശ എന്നാ? ശത്രുക്കൾ കാണുക അവൻ എനിക്ക് മേശ ഒരുക്കുന്നു, വിരുന്നൊരുക്കുന്നു. ശത്രുക്കൾ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഇത് ശത്രുക്കൾ കാണുക ഒരുക്കിയിരിക്കുന്ന ഒരു മേശയാണ്. നീ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിലേക്ക് വന്ന്, ഇത് സെലിബ്രേറ്റ് ചെയ്തില്ലേ എന്നാ? നീ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിലേക്ക് വന്ന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ കുഞ്ഞായി മാറി, ദൈവത്തിൻ്റെ മകളും മകനുമായി മാറി. ഇന്ന് ഇത് എടുക്കുന്നത് പല പിശാചും കണ്ട് അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ശത്രുക്കൾ കാണുക. ഞാൻ ശത്രുവിനെ അല്ല നോക്കേണ്ടത്, ഞാൻ പിശാചിനെ അല്ല നോക്കേണ്ടത്, ഞാൻ എൻ്റെ മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന മേശയാണ് നോക്കേണ്ടത്. ദൈവം എൻ്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന മേശയിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നു. ദൈവം എന്നെ വിളിച്ച വിളിയിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ശത്രുക്കളിലേക്കല്ല ശ്രദ്ധിക്കുന്നത്. പക്ഷെ ശത്രു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ വിളിയിലല്ല. ശത്രു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ മുമ്പിൽ ദൈവം ഒരുക്കിയ മേശയിലാണ്. കാണട്ടെ, പൈശാചിക മണ്ഡലം കാണട്ടെ. നീ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ പൈതലാണെന്ന് തിരിച്ചറിയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവം ഒരുക്കിയ എല്ലാ മേശകളിലും ഭയങ്കര ബ്ലസ്സിങ്ങും സെലിബ്രേഷനും ഉണ്ടായിരുന്നു. ഒരു വാക്യം ഞാൻ വായിക്കുക, 23 സങ്കീർത്തനം മാത്രമല്ല കേട്ടോ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 25 അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. ഒരു വിരുന്ന് കഴിക്കും. ഓ ജീസസ്, ഇതൊരു അസാധാരണമായ ഒരു വെളിപ്പാടാണ് യെശയ്യാ പറയുന്നത്. ദൈവമക്കളെ, ഇതിനെ ഒന്ന് ശ്രദ്ധയോടെ കേട്ട് സ്വീകരിക്കാവോ? ബൈബിൾ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഒരു മേശ ഒരുക്കുന്നു, സകല ജാതികൾക്കും ഒരുക്കുന്നു. അതിൽ മൃഷ്ടാന ഭോജനമുണ്ട്, മട്ടൂറിയ വീഞ്ഞുണ്ട്, മേധസ് നിറഞ്ഞ മൃഷ്ട ഭോജനങ്ങളുണ്ട്, മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുണ്ട്. വലിയൊരു വിരുന്ന് ദൈവം ഒരുക്കുകയാണ്. അതിന്റെ 7ാമത്തെ വാക്യത്തിൽ ആ വിരുന്നിന്റെ പ്രത്യേകത, സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. എല്ലാ മൂടുപടവും ഈ മേശയുടെ മുൻപിൽ വരുമ്പോൾ, എല്ലാ മൂടുപടവും എല്ലാ മറവും അവൻ നീക്കിക്കളയും. എന്നിട്ട് ഈ ദൈവം ഒരുക്കുന്ന ഈ മേശയിൽ പങ്കെടുക്കുന്ന ജനത്തെ കുറിച്ച് 8ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. It's a revelation. It's a revelation. ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു പ്രവചനമാണ്. ഈ തിരുമേശയെക്കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണിത്. ദൈവം ഒരുക്കുന്ന മേശയെക്കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണിത്. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കും എന്നുള്ളത് വെളിപ്പാട് പുസ്തകമാണോ? പുതിയ നിയമമാണോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ച അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും എന്ന് പറഞ്ഞത് പുതിയ നിയമവുമായിട്ട് കണക്റ്റഡ് ആണോ? അതല്ലേ യേശു പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പൊ അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണോ? അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. മനുഷ്യന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന
മനുഷ്യന്റെ ദുഃഖങ്ങൾ മാറുന്ന, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് ദൈവ സന്നിധിയാണ്, അത് നിത്യതയാണ്, അത് ദൈവം ഒരുക്കുന്ന ഇടമാണ്, അത് സ്വർഗമാണ്. എന്നാൽ ആരാണ് ആരുടെ കണ്ണുനീരാണ് തുടയ്ക്കപ്പെടുന്നത്? ആരുടെ മരണത്തെയാണ് സദാകാലത്തേക്ക് നീക്കുന്നത്? ആരെയാണ് സർവശക്തനാകുന്ന ദൈവം അനുഗ്രഹിക്കുന്നത്? അവൻ ഒരുക്കിയ മേശയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ, അവൻ ഒരുക്കിയ മേശയിൽ പങ്കാളികളായവർ. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, സർവശക്തനാകുന്ന ദൈവത്താൽ, പരിശുദ്ധാത്മാവിനാൽ, യേശു ക്രിസ്തുവിനാൽ ഈ ഒരുക്കപ്പെട്ട മേശ, ഇത് ശത്രുക്കൾ കാണെ ഒരുക്കിയ മേശ തന്നെയാണ്. നീ കൈയടിക്കുമ്പോൾ പിശാച് പേടിക്കുന്നില്ല, നീ സ്തുതിക്കുമ്പോൾ ഒരുപക്ഷെ സാത്താൻ ഭയക്കുന്നില്ല, കർത്താവേ കർത്താവേ എന്ന് വെറുതെ വിളിക്കുമ്പോൾ അവൻ ഭയപ്പെടുന്നില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന, ഈ മേശയിലിരിക്കുന്ന വീഞ്ഞ് അഭിഷിക്തനെടുത്ത് പൊക്കി അതിനെ ബ്ലസ് ചെയ്യുമ്പോൾ, അത് നിന്റെ കരങ്ങളിൽ എത്തുമ്പോൾ, അതിൽ നിന്ന് നീ കുടിക്കുമ്പോൾ, അതിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ, നീ അകത്തേക്ക് വലിച്ചു കയറ്റുന്നത് ദൈവത്തിന്റെ ജീവനാണ്, അവന്റെ ശരീരമാണ്, അവന്റെ പരിശുദ്ധ രക്തത്തിന് നിഴലാണ്. വേറെ ഇതുപോലൊരു പ്രോമിസ് വേറെ എവിടെയുണ്ട്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നു, വേദപുസ്തകം വ്യക്തമാക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചല്ലോ, മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചല്ലോ, ഇതോ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇതോ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഉടനെ യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഒരുത്തൻ അവന്റെ മാംസം തിന്നുവാൻ തരുവാൻ കഴിയുന്നത് എങ്ങനെ? രക്തം കുടിക്കാൻ തരുവാൻ കഴിയുന്നത് എങ്ങനെ? ഇവൻ അസംബന്ധമല്ലേ പറയുന്നത്? ചിന്തിക്കാൻ പോലും അറപ്പുണ്ടാകുന്ന കാര്യമല്ലേ പറയുന്നത്? മാംസം തിന്നാൻ തരിക, രക്തം കുടിക്കാൻ തരിക. യേശു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്റെ മാംസവും എന്റെ രക്തവും തിന്നാനും കുടിക്കാനും തരികല്ല. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാകുന്നൊരു ദിവസമുണ്ട്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നൊരു ദിവസമുണ്ട്. അതെടുക്കാൻ ഞാൻ ഒരു കൂട്ടത്തെ ഞാൻ എഴുന്നേൽപ്പിക്കുന്ന നാളുണ്ട്. അതിന് അതിവിദൂരമല്ല. എന്റെ കാൽവറി മരണം കഴിയുന്നതോടുകൂടെ, എന്റെ പുനരുത്ഥാനം കഴിയുന്നതോടുകൂടെ, ആമേൻ, ഈ വെളിപ്പാടിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതെടുക്കാൻ ഒരു കൂട്ടം എഴുന്നേറ്റ് വരും. അവരെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ ലോകത്തിലെ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്ത നിലകളിൽ ക്രിസ്തുവിന്റെ ജീവൻ, Zoya life, Zoya life, I decree and declare the Zoya life. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തോടുള്ള കൂട്ടായ്മയല്ലയോ? 1 Corinthians chapter 10 അവിടെ എഴുതിയിട്ടുണ്ട്, 10ാം അധ്യായത്തിൽ അതിന്റെ 14 മുതലുള്ള വാക്യത്തിൽ വായിക്കാം പാസ്റ്റേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ഈ മേശയെ നോക്കി, പ്ലീസ് കം ആൻഡ് ഹെൽപ്പ് മീ. ഈ മേശയെ നോക്കി, ഇതിനകത്തിരിക്കുന്ന കപ്പിനെ നോക്കി, താങ്ക് യു പാസ്റ്റർ, ഇതിനകത്തിരിക്കുന്ന മുന്തിരിച്ചാറിനെ നോക്കി, ബൈബിൾ വിളിച്ച പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, അനുഗ്രഹപാത്രം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തോടുള്ള കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മയല്ലയോ? ഈ യേശു കർത്താവിൻ്റെ മരണത്തോടും, കേൾക്കുന്നുണ്ടോ? യേശു കർത്താവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുവാൻ വേദപുസ്തകത്തിൽ വെച്ചിരിക്കുന്ന ഒരേ ഒരു കൽപ്പന വിശ്വാസ സ്നാനമാണ്. സ്നാനപ്പെട്ടവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. എന്തിനാ സ്നാനപ്പെട്ടെ? റോമർക്കെഴുതിയ ലേഖനം 6ാം അധ്യായം 1 മുതലുള്ള വാക്യം, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ
ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരാൻ സ്നാനമേറ്റവരായ നാം എല്ലാം. ആരാണ്ടൊക്കെ പഠിപ്പിച്ചു പെന്തിക്കോസിൽ ചേരാൻ, സഭയിൽ ചേരാൻ, മതത്തിൽ ചേരാൻ. പക്ഷെ ബൈബിൾ അതല്ല നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനോട് കൂടെ ചേരാൻ. ഒരാളെ എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒരാളെ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ അവന്റെ പഴയ മനുഷ്യനെയാണ് കുഴിച്ചിടുന്നത്. അവനെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ ഒരു പുതിയ മനുഷ്യനാണ് എഴുന്നേറ്റ് വരുന്നത്. ഒരാളെ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും അവൻ പാർട്ടേക്കറാകുന്നു, ഏകീഭവിക്കുന്നു. അവനെ വെള്ളത്തിൽ നിന്ന് പൊക്കുമ്പോൾ ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് അടയാളമായി ഒരു പുതിയ മനുഷ്യൻ ഈ ലോകത്തിലേക്ക് വരുന്നു. അപ്പൊ സ്നാനം, ലിസൺ, ക്രിസ്തുവിൻ്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കാൻ ഒന്നാകാനായിരുന്നെങ്കിൽ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ രക്തത്തോടും ശരീരത്തോടും ഒന്നാകാൻ വെച്ചിരിക്കുന്ന ഒരേ ഒരു ശുശ്രൂഷ തിരുമേശയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഞാൻ നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മയല്ലയോ? ഇനി നിങ്ങൾ എല്ലാവരും കേട്ടെ, ഇത് ഒരു പാനീയമാണ്. ഇത് യേശുവിന്റെ രക്തം അല്ല. പറഞ്ഞ ഇത് യേശുവിന്റെ രക്തമല്ല, ഇത് മുന്തിരിച്ചാറ് തന്നെയാണ്. ഇത് യേശുവിന്റെ ശരീരം അല്ല, ഇത് ബ്രെഡാണ്, ഇത് റൊട്ടിയാണ്. പറഞ്ഞ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ഓവനിൽ ഉണ്ടാക്കിക്കുന്ന റൊട്ടിയാണ്, പുളിപ്പില്ലാത്ത അപ്പം റൊട്ടിയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ മുന്തിരിച്ചാറും ഈ ബ്രെഡും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് വാഴ്ത്തി കഴിയുമ്പോൾ ഇത് യേശു പറഞ്ഞ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തത്തോടും ചേരപ്പെടുകയാണ്. അപ്പോ കേട്ടോ, ഒരു ഭാഗത്ത് ഇത് ഫുഡാണ്. ഭക്ഷണം എന്തിനുള്ളതാ? ഫുഡ് കഴിക്കുന്നത് എന്തിനാന്ന് പറ? എൻ്റെ ശരീരത്തിന് വേണ്ടിയാ. ഇത് ഫുഡാണ് ഒരു ഭാഗത്ത്. ഇതകത്ത് പോകും, ഇത് ഡൈജസ്റ്റ് ആകും, ഇത് നിങ്ങളുടെ അകത്തോട്ട് ഇത് ഇറങ്ങും ഈ സാധനം. മറുഭാഗത്തിന് അനദർ സൈഡ്, മറുഭാഗത്ത് നമ്മളിത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇത് സ്പിരിച്വലാണ്. ഇത് ആത്മീക ഭക്ഷണമാകുന്നു. ഇത് കർത്താവിൻ്റെ രക്തത്തിനും ശരീരത്തിനും നിഴലായി തീരുന്നു. അങ്ങനൊരു ഫുഡ് ലോകത്തിലില്ല, അങ്ങനൊരു സാധനം എങ്ങും കിട്ടൂല. അപ്പൊ എന്ത് സംഭവിക്കും? ഇതാണ് പൗലോസ് പറഞ്ഞത്, ദൈവഹിതമില്ലാതെ വ്യവസ്ഥ കൂടാതെ, 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം, കർത്താവിൻ്റെ മേശ എടുക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ നിങ്ങളിൽ പലരും രോഗികളാകുന്നു, പലരും ബലഹീനരാകുന്നു. മനുഷ്യൻ തന്നെ 11:28 മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി, അതാ വാക്യം, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഓക്കെ, ഞാൻ രോഗിയാകുന്നത് ആത്മാവിലാണോ ശരീരത്തിലാണോ? സ്തോത്രം. ഞാൻ രോഗിയാകുന്നത് ആത്മാവിലാണോ ശരീരത്തിലാണോ? ശരീരത്തിൽ. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ രോഗിയായി? അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രവും കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അതെന്താ പറ്റി? ഇത് സ്പിരിച്വൽ മാത്രമാണെങ്കിൽ, അതിന്റെ സ്പിരിറ്റിനെ അല്ലേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. രോഗിയാകുന്നത് ആത്മാവിലാണോ ശരീരത്തിലാണോ? ആരെങ്കിലും പറയോ എൻ്റെ ആത്മാവിന് ക്യാൻസറാ, കീമോ എടുക്കാൻ പോവാന്ന്? ആരും മിണ്ടുന്നില്ല.
രോഗിയാകുന്ന എവിടെയാ? ശരീരത്തിലാ. എല്ലാത്തിനും രണ്ട് വശമുണ്ട്. ഒറ്റ വശം മാത്രം ചിന്തിക്കരുത്. വ്യവസ്ഥയില്ലാതെ ഇത് എടുക്കുന്നവൻ ശരീരത്തിൽ രോഗിയാകും. ഇത് വ്യവസ്ഥ കൂടാതെ എടുത്താൽ ശിക്ഷാവിധി ഉണ്ടാകും. അതർ സൈഡ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ യഥാർത്ഥ ബോധ്യത്തോടെ, ഇതെന്തെന്നുള്ള യഥാർത്ഥ ബോധ്യത്തോടെ, വെളിപ്പാടോടെ ഇത് ഭക്ഷിച്ചാൽ നീ സൗഖ്യമാവും. പിശാച് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പല പദ്ധതികളും പൊളിഞ്ഞു മാറും. ഈ അമേരിക്കയിലെ റോഡ്നി എച്ച് ബ്രൗൺ എന്ന് പറയുന്ന ഒരു കർത്തൃദാസനുണ്ട്. റോഡ്നി എച്ച് ബ്രൗൺ, ടാംപ എന്ന് പറയുന്ന സ്ഥലത്ത്. കോവിഡിന്റെ ടൈമിൽ വലിയ സഭയുടെ ശുശ്രൂഷകനാണ്, അസാധാരണമായ അഭിഷിക്തനാണ്. ഈ മനുഷ്യനെ കോവിഡ് സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കോവിഡിന്റെ ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്തു? തിരുവത്താഴം കൊടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കാരണത്തിലാണ് കോവിഡ് ടൈമിൽ ലോസ് ടേബിൾ കൊടുത്തത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കാണ്, ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത് വൈറ്റമിൻ സി അല്ല. ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത് വൈറ്റമിൻ സി അല്ല. ഞങ്ങളെ രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ലോകത്തിലെ മറ്റൊന്നുമല്ല. ഞങ്ങൾ എടുക്കുന്ന ഈ തിരുമേശ ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും, മൈ സ്പിരിറ്റ് ആൻഡ് മൈ ബോഡി. ഞാൻ എന്നെ കേട്ടെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റെവലേഷൻ ആണ്. കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്തു. വളരെ അനുഗ്രഹമായിരുന്നു. അത് നിങ്ങളുടെ സ്പിരിറ്റിനാ എഫക്റ്റ് ചെയ്തേ. നമ്മളിന്ന് കൈയടിച്ച് പാടിയാൽ, പ്രാർത്ഥിച്ചാൽ, വചനം കേട്ടാൽ ഇതൊക്കെ എവിടെ കയറി എഫക്റ്റ് ചെയ്യുന്നതെന്നറിയോ? നിങ്ങളുടെ അകത്ത മനുഷ്യന്. അകത്ത മനുഷ്യൻ എന്ന് പറയുന്നത് എന്തുവാ? നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവിന്. നിങ്ങളുടെ അകത്ത മനുഷ്യനാണ് അത് ഭയങ്കര ബലമാകുന്നത്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിനൊന്നും കിട്ടത്തില്ല. ഇപ്പം ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നു, ഞാൻ ഉപവാസം ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആൾക്കാരെന്നോട് ചോദിച്ചു തുടങ്ങും, പാസ്റ്റർ ഫാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു തുടങ്ങും. കാരണം എന്നാ? എൻ്റെ ശരീരം ക്ഷീണിക്കും. പക്ഷേ ആ ഫാസ്റ്റിംഗ് ടൈമിൽ എൻ്റെ പ്രസംഗം കേട്ടാൽ, ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു കൈവപ്പിന് വന്നാൽ, എൻ്റെ മെസ്സേജ് കേട്ടാൽ, ആത്മീയനായവൻ ആത്മാവുള്ളവൻ ചോദിക്കും, പാസ്റ്റർ ഫാസ്റ്റിംഗ് ആണോ? കാരണം എന്നാ? ഒരു ഏതാ? അപ്പോ ഞാൻ ഉപവാസം ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാതിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരം മെലിയുന്നു, എൻ്റെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുന്നു. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും നിങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കണം. ഓക്കെ, ത്രൂ ദ പ്രേയർ ആൻഡ് ഫാസ്റ്റിംഗ്. ഹല്ലേലൂയ. എന്നാൽ തിരുമേശയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഈ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും അന്യഭാഷയെല്ലാം എൻ്റെ ആത്മാവിന് മാത്രമേ പ്രയോജനമാകുന്നുള്ളൂ. എൻ്റെ ശരീരത്തിന് ഇതിനകത്തുനിന്ന് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ തിരുമേശയുടെ പ്രത്യേകത, വൺ സൈഡ് ദിസ് ഈസ് ദ ഫുഡ്, സ്പിരിച്വൽ ഫുഡ്. അതർ സൈഡ് ദിസ് ഈസ് ദ ഗ്രേറ്റ് റെവലേഷൻ. ഇത് എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും തൊടും. കർത്താവ് പറഞ്ഞ മേശയായത്. ഇതെടുക്കുന്നവനിൽ അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാക്കും. ഈ വെളിപ്പാടില്ലാതെ എടുക്കുന്നവൻ ഇത് വെറും ഫുഡാ. ഇത് റെവലേഷനോട് കൂടെ എടുക്കുന്നവൻ ഹീലാകും, അവനിൽ ഡെലിവറൻസ് ഉണ്ടാകും. ഇത് പലതിനെ റെസിസ്റ്റ് ചെയ്യും. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഞാൻ എടുത്തു കളയും. നിങ്ങൾക്കറിയോ, ഇസ്രായേൽ ജനം രോഗികളായി മാറിയപ്പോൾ അവരുടെ
കൂട്ടം മാസീവ് ഹീലിംഗ് നടന്ന എപ്പോഴാണെന്നറിയാമോ? അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ്. രാവിലെ അവർ പ്രഭാത ഭക്ഷണം കഴിക്കാനായി, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായി ഒന്നിച്ച് കൂടി വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ പറയുന്നു, ഐ വിൽ ബ്ലസ് യുവർ ബ്രെഡ് ആൻഡ് വാട്ടർ ആൻഡ് ഐ റിമൂവ് യുവർ സിക്നസ് ഇൻ യുവർ മിഡ്സ്റ്റ്. ഞാൻ നിന്റെ അപ്പത്തെ, നിന്റെ കയ്യിലിരിക്കുന്ന, നിന്റെ ഭക്ഷണമേശയിൽ ഇരിക്കുന്ന ഈ ഫുഡ് ബ്ലസ്ഡ് ആയി കഴിയുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്നുള്ള രോഗങ്ങളും റിമൂവ് ചെയ്യപ്പെടുകയാണ്. തിരുമേശയിൽ പങ്കെടുക്കുന്നവരോട് പറയുന്നു, കർത്താവ് ഇന്ന് ഈ ബ്രെഡിനെയും വൈനിനെയും ബ്ലസ് ചെയ്യും. അതെടുക്കുന്നവരിൽ നിന്ന് രോഗങ്ങളെ കർത്താവ് നീക്കിക്കളയട്ടെ, നീക്കിക്കളയട്ടെ, നീക്കിക്കളയട്ടെ. കേട്ടെ, ഇനി ഒരു കാര്യം കൂടെ കേട്ടെ. ഇത് രോഗശാന്തിക്ക് വേണ്ടി എടുക്കുന്നതല്ല. ഇതെനിക്ക് ഹീലിംഗ് ഉണ്ടാകാനോ വിടുതൽ ഉണ്ടാകാനോ എടുക്കുന്നതല്ല. ഇത് ഞാൻ കർത്താവിൻ്റെ മകനും മകളുമാണെന്ന് ഒരിക്കൽ കൂടെ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ മരണത്തെ ഉറപ്പിക്കാൻ എടുക്കുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ഹീലിംഗ് ഉണ്ടാകും. എടുക്കുന്നവരിൽ, വ്യവസ്ഥയോടെ എടുക്കുന്നവരിൽ ഇതകത്തോട്ട് പോകുമ്പോൾ നിനക്ക് ചില സൗഖ്യങ്ങൾ നിന്റെ ശരീരത്തിലുണ്ടാകും. ഞാൻ ആവർത്തിക്കുന്ന, ചില മരണങ്ങൾ നീങ്ങിപ്പോകും. I cancel every untimely death. Jesus. I am feeling that. സമയത്തിന് മുൻപേ പിശാച് വച്ചിരിക്കുന്ന മരണങ്ങൾ മാറിപ്പോകണേ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ജീവിക്കും, ജീവിക്കും. ലൈഫ്, ഇതിനകത്ത് ലൈഫുണ്ട്, ഇതിനകത്ത് ലൈഫുണ്ട്. കാരണം ഇവിടെ കാണുന്നത്, യു ആർ സീയിങ്, ഇവിടെ നീ കാണുന്നത് യേശുവിന്റെ ലൈഫാ. ഈ മേശയിൽ കാണുന്ന ബ്രെഡില്ലേ, ഈ മുന്തിരിച്ചാറില്ലേ, എന്റെ പൊന്നു തമ്പുരാന്റെ ജീവിതമായത്. നിന്റെ കാലയിൽ ഒരു കുപ്പിച്ചില്ല് കൊണ്ടാൽ നീ കരയത്തില്ലേ? ഒരു മുള്ളു കൊണ്ടാൽ പിറുപിറുക്കത്തില്ലേ? ഉഴവ് ചാലി പോലെ കീറിയ അടിപ്പിണരേറ്റം തമ്പുരാന്റെ ലൈഫ്. Lord, in the mighty name of Jesus. എന്തൊക്കെയോ പൈശാചിക പദ്ധതികൾ ഇന്നതിനു മുമ്പിൽ പൊളിയാ മക്കളെ, പൊളിയാ പ്രിയപ്പെട്ടവരെ. ഈ കഴിഞ്ഞ ആഴ്ച നീ പല അസ്വസ്ഥതകളിലൂടെ പോയി. ഇന്ന് പകൽ തിരുമേശ കൂടെ വരുമ്പോഴും നീ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അതിനെല്ലാം കാരണം എന്ന് പറയും, ഇത് നീ എടുത്ത് കഴിയുമ്പോൾ അടുത്തൊരു ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ്, ഒരു ഡെലിവറൻസ് നിന്റെ മേളിൽ നടക്കുക. യൂദാ ഇസ്കറിയോട്ട് കൂടെ നിഴല് പോലെ പറ്റിച്ചേർന്ന് നടന്നവനെ, എന്നെ കേൾക്കുന്നുണ്ടോ? കൂടെ നിഴല് പോലെ പറ്റിച്ചേർന്ന് നടന്നവനെ, ഒപ്പം നിന്നവനെ, അവന് മേളിൽ എന്തുണ്ടായിരുന്നു? യൂദായിൽ ആരുണ്ടായിരുന്നു? സാത്താനുണ്ടായിരുന്നു, പിശാചുണ്ടായിരുന്നു. അന്ധന് കാഴ്ച കൊടുത്തപ്പോഴും ചെകിടിന് ചെവി കേൾപ്പിച്ചപ്പോഴും ഒന്നും പുള്ളിക്ക് ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ കർത്താവ് അപ്പം എടുത്തുയർത്തിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്. ഈ ശുശ്രൂഷ ചെയ്തെടുത്ത് പിശാചുള്ളവൻ ഇരിക്കാൻ പറ്റിയില്ല. അവൻ ഇറങ്ങി ഓടി പുറത്തെ. ഇന്ന് ചിലതും What a mighty table this. Mighty table, mighty table this. Thank you, precious Holy Spirit. പിശാച് ഭയങ്കരമായിട്ട് ഭയപ്പെടുക. ഈ US-ലൊക്കെ വന്ന സുലിച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചോന്നറിയത്തില്ല, US-ലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. പള്ളികളിൽ നിന്ന്
ഇതുപോലത്തെ ആരാധനാലയങ്ങളിൽ നിന്ന് തിരുവത്താഴത്തിൻ്റെ കപ്പും ഈ അപ്പം വെക്കുന്ന പാത്രങ്ങളും മോഷണം പോകുന്നു. അറിഞ്ഞായിരുന്നോ? ന്യൂസാ, റിയൽ ന്യൂസ്, നോട്ട് എ ഫേക്ക്. എന്തോ സംഭവം എന്നറിയോ? സാത്താന്യ ആരാധനക്കാരന്മാര്, പിശാചിനെ ആരാധിക്കുന്ന സാത്താന്യ ആരാധനക്കാര് പള്ളികൾക്കകത്ത് നിന്ന്, ചർച്ചിനകത്ത് നിന്ന് ഈ പാത്രവും ഈ കപ്പുകളും ഇത് വെക്കുന്ന എക്യുപ്മെന്റ്സും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് സാത്താന്യ ആരാധനയിൽ കൊണ്ടുവന്ന് മാനുഷിക ബ്ലഡ് അതിൽ ഒഴിക്കുന്നു. എന്നിട്ട് അതേ കപ്പും അതേ പാത്രവും അവരെടുത്ത് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് പല ചർച്ചുകളിലും ഇത് അവർ ഭയങ്കര ഭദ്രമായി ഇത് ലോക്ക് ചെയ്യുകയാണ് പലയിടങ്ങളിലും. കാര്യം എന്നറിയോ? പിശാചിന് ഈ എക്യുപ്മെന്റ്സ് പോലും പേടിയാ. അതാ ഞാൻ പറഞ്ഞ, ഇന്ന് ഈ കപ്പും ഈ അപ്പോ എടുത്ത് ഉയർത്തുമ്പം ഏഞ്ചൽസ് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. എത്ര പേരത് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മരണത്തെയും പാതാളത്തെയും ജയിച്ച് പിശാചിന്റെ തലയെ തകർത്തവൻ പറഞ്ഞു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, the cup of blessing. നിങ്ങളിന്ന് ഈ കപ്പ് നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ലോർഡ്, ഐ റിസീവ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഫ്രം യു ലോർഡ്. ഐ ബ്രേക്ക് ഇറ്റ് ഓൾ ദ കഴ്സസ്. എൻ്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും, എൻ്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും, ഈ മേശ പറഞ്ഞേ, കൈ നീട്ടി പറഞ്ഞേ, എൻ്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും ഒരുപോലെ അനുഗ്രഹമാകുന്ന അനുഗ്രഹത്തിൻ്റെ മേശ. എൻ്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും. എന്തിനാ അപ്പോസ്തലനായ പത്രോസ് 3000 പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ 3000 എണ്ണത്തെയും കൊണ്ടുപോയി ഈ 3000 എണ്ണത്തിന് ഈ മേശ കൊടുത്തേ? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അന്ന് 3000 പേർ സ്നാനപ്പെട്ട, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, അന്ന് 3000 പേർ സ്നാനപ്പെട്ട അവരോടുകൂടെ ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. എന്തിനാ സ്നാനപ്പെട്ട 3000 എണ്ണത്തിനും ഈ മേശ കൊടുത്തത്? എന്തിനാ അത്ര എണ്ണത്തിനെയും അപ്പോസ്തലന്മാർ ഇത്രയും പ്രതികൂലം നിൽക്കുമ്പോൾ, ഇത്ര റിസ്കി ആയിട്ടുള്ള ടൈം നിൽക്കുമ്പോൾ, ഇത്ര എതിരുകൾ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യം മറന്നുപോകാതെ കൊടുത്തത് എന്നാണെന്നറിയോ? സ്നാനപ്പെട്ട 3000 എണ്ണം ഇത് എടുക്കണമെന്നുള്ളത് യേശു കർത്താവ് വെച്ച വ്യവസ്ഥയാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നതാണ് എന്തോ പ്രോമിസ് ഇതിന്റെ മേളിൽ കിടക്കുന്ന നോക്കി. ഇത് വ്യവസ്ഥയോടെ, പ്രാർത്ഥനയോടെ ഇതിൽ പങ്കാളികളാകുന്നവർക്ക് പുനരുത്ഥാനം ഉണ്ടാകുന്നു. ഓക്കെ, പാസ്റ്റർ ഒരു വാക്കിയുടെ വായിച്ചോ. ഐ ഫീലിംഗ് ദി പ്രസൻസ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 24 മുതൽ 30 വരെ ഒരു 6 വാക്യമുണ്ട്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങൾ വാസം ചെയ്യുന്നില്ല. 25-ാമത്തെ വാക്യത്തിന്റെ ആദ്യം ഒന്നുകൂടെ, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തിനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും
അകന്നിരിക്കുന്നവനല്ലാതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയെ സങ്കല്പം കൊണ്ടുള്ള കൊത്തിയുണ്ടാക്കിയ പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് പൗലോസ് തരുന്നത്. പൗലോസിന്റെ പ്രസംഗത്തിൽ, അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച പ്രസംഗത്തിൽ അതിശ്രദ്ധേയമായ, അതിപ്രസിദ്ധമായ ഒരു മെസ്സേജാണിത്. ആ മെസ്സേജ് തുടങ്ങുന്നത് 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം, 25-ാമത്തെ വാക്യം, ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്നതുപോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. 26-ാമത്തെ വചനത്തിൽ ബൈബിൾ പറയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. 27-ാമത്തെ വാക്യം, അവർ ദൈവത്തെ തപ്പി നോക്കി. ഇന്നുകൊണ്ട് ദൈവത്തെ തപ്പി നോക്കുന്നവർ, അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തുമോ എന്ന് കരുതി തപ്പി നോക്കി. അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. തപ്പി നോക്കണ്ട, നിന്റെ അടുത്തുണ്ട്. അവനിലല്ലോ, പറഞ്ഞേ, അവനിലല്ലോ ഞാൻ ജീവിക്കുകയും ചലിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഞാൻ അവന്റെ സന്താനമാണ്. വിഗ്രഹാരാധനകൾ വിട്ടോടിയ, പാപത്തെ വിട്ടോടിയ, ജീവനുള്ള ദൈവത്തിന്റെ സന്തതികളായി തീർന്ന ദൈവമക്കൾക്കായി ഒരുക്കിയ മേശയ്ക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. Hallelujah. Blessed be the name of the Lord. ഇന്ന് ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെല്ലാവർക്കുമായി യേശു നൽകുന്നില്ല. 5 അപ്പവും 2 മീനും കർത്താവ് വാഴ്ത്തി വർദ്ധിപ്പിച്ചപ്പോൾ അതെല്ലാവർക്കും കൊടുത്തു. പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ വീട്ടിൽ വന്ന വിരുന്നുകാർക്കെല്ലാം കിട്ടി. പക്ഷേ ഈ ശുശ്രൂഷ ചെയ്യാൻ യേശു ഒരു പബ്ലിക് പ്ലേസ് അല്ല കണ്ടെത്തിയത്, ഒരു സീക്രട്ട് പ്ലേസ് ആണ്. വളരെ രഹസ്യമായി അപ്പോസ്തലന്മാരെയും കൊണ്ട് മാത്രം ആ മുറിയിലേക്ക് കർത്താവ് പ്രവേശിച്ചു. അവിടെ വെച്ചാണ് ആ പെസഹ രാത്രിയിൽ യേശു കർത്താവ് ഈ അപ്പം എടുത്ത് ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് പെസഹ ദിനത്തിൽ ഈ അപ്പം എടുത്ത് ഉയർത്തിയത്? പെസഹ ദിനത്തിൽ ഈ യഹൂദന്മാരുടെ തൽമൂദിലൂടെ, തൽമൂദിലൂടെ യഹൂദന്മാർ പെസഹ, ഇന്നും അവർ പെസഹ ആചരിക്കും. യഹൂദന്മാർ ഇന്നും പെസഹ ആചരിക്കും. യഹൂദന്മാർക്ക് ഇപ്പോഴും പെസഹയുണ്ട്. ഹല്ലേലൂയ. ഈ പെസഹ ദിനത്തിൽ, എന്നെ കേൾക്കുന്നുണ്ടോ? പെസഹ ദിനത്തിൽ വീട്ടിലുള്ളവരുടെ എണ്ണത്തിന് ഒത്തവണ്ണം ഈ തിന്ന് ശേഷിപ്പിക്കേണ്ടതിന് അപ്പം, പുളിപ്പില്ലാത്ത അപ്പം, അത് മേശമേൽ ഇങ്ങനെ അടിക്കുക. വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ എത്ര അപ്പം ഉണ്ടാക്കും? എണ്ണത്തിനൊത്തവണ്ണം 8 എണ്ണം. എന്നിട്ട് വീട്ടിലുള്ളവർ കുടിച്ചു കഴിഞ്ഞാലും അധികം വരണം. വീഞ്ഞ് പാത്രത്തിൽ അധികം വരണം. അപ്പം എന്ത് ചെയ്യരുത്? അധികം വരരുത്. വീഞ്ഞ് അധികം വരത്തക്ക രീതിയിൽ നിറയ്ക്കും. എന്നിട്ട് വീട്ടിലെ ഏറ്റവും മുതിർന്ന വ്യക്തി അടുക്കി വെച്ചിരിക്കുന്ന അപ്പത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു അപ്പം മാറ്റിവെക്കും. ഒരെണ്ണം മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്ന അപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ യഹൂദൻ ഈ അപ്പം പെസഹായ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല ഷേപ്പുള്ള, ഏറ്റവും നല്ല ഷേപ്പുള്ള, നല്ലവണ്ണം വെന്ത, ഒട്ടും കരിയാത്ത, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം പെസഹായിക്ക് അതിൽ നിന്ന് മാറ്റിവെക്കും. തെരഞ്ഞു പിടിച്ചെടുത്ത് മാറ്റിവെക്കും. അത് മഷിഹായിക്ക് നിഴലാണ്. ആ പെർഫെക്റ്റ് ബ്രെഡ് എന്ന് പറയുന്നത് മഷിഹായിക്ക് നിഴലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നിട്ട്
ആ വീട്ടിലൊരു വേലക്കാരൻ വരും, ആ വീട്ടിലെ ഒരു ജോലിക്കാരൻ വരും. പെസഹായുടെ അന്ന് ജോലിക്കാരനെ കൊണ്ടുവന്നിട്ട് വീട്ടിലെ യജമാനന്റെ കാല്, വീട്ടുകാരുടെ കാല് കഴുകിക്കും. വീട്ടുകാരുടെ കാല് കഴുകിക്കും. കഴുകിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യുമെന്നറിയാവോ? ആദ്യം ആ മാറ്റി വെച്ചിരിക്കുന്ന ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡില്ലേ, ഒരു തീ കൂട്ടി ആ തീക്കകത്തിട്ട് കത്തിച്ച് കളയും. എന്താണെന്നറിയോ? ദൈവ കോപാഗ്നിയിൽ ഒരിക്കൽ കത്തി അഴിയുവാനുള്ളവനാണ് മശിഹ. ആ അപ്പം കത്തിച്ചു കളയും. എന്തൊക്കെയാ അവർ ചെയ്യുന്നത്? ഒന്നുകൂടെ പറയാം. യഹൂദ തൽമൂദിലെ ചരിത്രമാണ് ഞാൻ വായിച്ചത്. പെസഹ ദിനത്തിൽ ഒരു വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 10 അപ്പം ഉണ്ടാക്കും. ആ 10 അപ്പത്തിനകത്ത് ഏറ്റവും ഷേപ്പുള്ള, കരിയാത്ത, പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം, ആ ബ്രെഡ് അവർ മാറ്റിവെക്കും. ആ അപ്പം മശിഹായ്ക്ക് നിഴലാണ്. എന്നാൽ ഈ അപ്പം തീയിലിട്ട് കത്തിക്കുന്നതിന് മുൻപ്, ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തീയിലിട്ട് ചുടുന്നതിന് മുൻപ് ആ വീട്ടിലൊരു വേലക്കാരൻ വന്ന് കാല് കഴുകും. കാല് കഴുകി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ അപ്പം, പെർഫെക്റ്റ് ആയുള്ള അപ്പം അഗ്നിയിൽ കത്തിയ വരും. യേശു കർത്താവ് പെസഹായുടെ അന്ന്, പെസഹായുടെ അന്ന് 12 അപ്പോസ്തലന്മാരും യേശു കൂടിയിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായി 13 ബ്രെഡുകൾ അവിടെ ഉണ്ട്. കാരണം യഹൂദന്മാരാണ് പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം. അവർക്ക് കൃത്യമായി കാര്യം അറിയാം. 13 ബ്രെഡുകൾ അടുക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഉറപ്പായും ശിഷ്യന്മാർ അതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ അപ്പം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്, അവർ മശിഹായ്ക്ക് നിഴലായിട്ടുള്ളത് മാറ്റി വെച്ചിരുന്നു. യഹൂദനാണെങ്കിൽ അത് ചെയ്തിരിക്കും. നിങ്ങൾക്കും ഉണ്ട് ചില കൾച്ചറുകൾ, നിങ്ങളത് ചെയ്യുന്നത് പോലെ അവരത് ചെയ്തിരിക്കും. അത് മാറ്റിവെച്ച് കഴിഞ്ഞ ഉടനെ ഇതാ കർത്താവ് അകത്തോട്ട് വന്നിട്ട് ആദ്യം ചെയ്തത്, ഒരു ബേസിനെടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് ഒരു ടവലും എടുത്തോണ്ട് വന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പം ശിഷ്യന്മാരുടെ അകം കത്തിപ്പോയത്. പത്രോസ് അയ്യോ ഇല്ല, ഞാൻ നിന്റെ കാല് കഴുകാം എന്ന് പറഞ്ഞാന്നറിയോ? ഇത് ചെയ്യേണ്ടത് ബോസ് അല്ല, ഇത് ചെയ്യേണ്ടത് വേലക്കാരനാണ്, സെർവന്റ് ആണ്. അവിടെയാണ് യേശു ഒരു കാര്യം പ്രൂവ് ചെയ്തത്. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ അത്രേ ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷിപ്പാൻ അത്രേ. ഐ ആം ദ സെർവന്റ്. എൻ്റെ അപ്പന്റെ ഹിതം, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ഞാൻ ചെയ്യാൻ വന്നവൻ എന്ന് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി പെസഹായിൽ തെളിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശിഷ്യന്മാരുടെ അകത്ത് ഭയങ്കര പ്രയാസം, ഭയങ്കര അസ്വസ്ഥത. കാരണം ഇത് ജോലിക്കാരൻ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ യേശു അവർക്ക് വേണ്ടി അവരെ വലുതായി കാണുകയാണ്, അവരെ ശ്രേഷ്ഠരായി കാണുകയാണ്. ഇത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കി കഴിഞ്ഞ് മിനിറ്റുകൾ കഴിയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ദൈവകോപാഗ്നിയിൽ അല്ലെങ്കിൽ കൂട്ടിയിട്ട തീക്കകത്ത് കത്തിക്കാൻ വെച്ചിരിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ അപ്പം ഇല്ലേ, മശിഹായിക്ക് നിഴലായിട്ട് മാറ്റി വെച്ച അപ്പം, യേശു ആ അപ്പം ഇങ്ങോട്ട് കയ്യിലെടുത്തേച്ച് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, ഇത് എൻ്റെ ശരീരം. ഞാനിവിടെ ഭയങ്കരമായൊരു രംഗം എൻ്റെ ആത്മാവിൽ ഞാൻ കാണുന്നു, ഞാൻ ഇമാജിൻ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഇവര് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മൂഡിലാണ്. ഇവർ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് രാത്രി യേശു പിടിക്കപ്പെടുമെന്ന് ഒരു പ്രതീക്ഷ അവർക്കില്ല. നാളെ കർത്താവ് ക്രൂശിതനാകുമെന്ന് ഒരു ചിന്ത അവരുടെ അകത്തില്ല. അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഇല്ല. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മോഡിലാണ്. പെട്ടെന്ന് ഈ അപ്പം എടുത്ത് യേശു ഉയർത്തിയിട്ട്, ഇത് എൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ ഉറപ്പിക്കപ്പെടുകയാണ്, ഈസ് ദ മസായ. അവൻ മശിഹായാണെന്ന് വാക്കും ഭാഷണവും കൂടാതെ. കാരണം ഇത് ചരിത്രമാണ്, ഇത് യഹൂദ തൽമൂദാണ്. ഹല്ലേലൂയ. അവന്റെ കുഞ്ഞുനാൾ മുതൽ അവൻ ഓതിക്കൊടുത്തതാണ്. സത്യം പറഞ്ഞാൽ കാല് കഴുകിയപ്പോൾ ഉള്ളത്തിലൊരു വെല്ലായ്മ തോന്നിയെങ്കിൽ യേശു ഈ അപ്പം എടുത്ത് ഉയർത്തി ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞപ്പോൾ ഇവര് ഞെട്ടിപ്പോയി. ഇതെന്റെ ശരീരം.
അതങ്ങോട്ട് നുറുക്കി. അതൊക്കെ സിംബോളിക്കായിട്ടാ ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ തകരപ്പെടാനുള്ളവനാ. അതങ്ങോട്ട് മുറിച്ചു. ആ അപ്പം നുറുക്കുമ്പോൾ ഇനി നിങ്ങൾ കേട്ടെ, അവരിങ്ങോട്ട് വന്നത് പാട്ട് പാടിക്കൊണ്ടാണ്. അവരാ വഴിയിലൂടെ ഇങ്ങോട്ട് വന്നത് പാട്ട് പാടിക്കൊണ്ടാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ആ രംഗം? ഒന്ന് സ്വപ്നം കണ്ടേ, ഇമാജിൻ കണ്ടേ. അവർ ആ വഴിയിലൂടെ അവരങ്ങോട്ട് ആ മുറിയിലോട്ട് കയറിപ്പോയത് പാട്ടും പാടിക്കൊണ്ടാണ്. അവർ പാട്ട് പാടി സ്തുതിച്ചുകൊണ്ടാണ് കയറിപ്പോയത്. എന്നാൽ അതേ വഴിത്താരയിലൂടെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ അവനെ വലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇങ്ങോട്ട് വന്ന സീനല്ല അങ്ങോട്ട് പോയപ്പോൾ, ഇങ്ങോട്ട് വന്ന സീനല്ല അങ്ങോട്ട് പോയപ്പോൾ ആ അപ്പം എടുത്ത് നുറുക്കി കാണിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ഇതെന്റെ ശരീരം. പാനപാത്രം എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്, ഇതെന്റെ രക്തം, എന്റെ രക്തം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീൻ, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീൻ. വാങ്ങി ഭക്ഷിക്കുവീൻ. യേശു അപ്പം നുറുക്കിയിട്ട് വാ തുറക്ക് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുകയല്ലായിരുന്നു. വാങ്ങി ഭക്ഷിക്കുവീൻ. നീ എടുക്ക പീറ്ററെ, നീ എടുക്ക, യാക്കോബേ എടുക്ക, യോഹന്നാനെ എടുക്ക, മാത്യു എടുക്ക, ലുക്ക് എടുക്ക, നീ എടുത്തോ, എടുക്ക. വാങ്ങി ഭക്ഷിക്കുവീൻ. കാരണം നിങ്ങൾ ചോദിക്കുന്നത് ഇത് എന്തിനാ ഞങ്ങളുടെ അടുത്തോട്ട്? എല്ലാവരും അങ്ങനെ അല്ലല്ലോ. വാ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് വായിലിങ്ങനെ അപ്പവും വീഞ്ഞും ഒഴിച്ചു തരികയാണല്ലോ. എന്തിനാ ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്? ഞങ്ങൾ തന്നെ എടുക്കുന്നത് എന്തിനാ? നിങ്ങൾ സാധാരണ പല സമുദായ സഭകളിലൊക്കെ ഇങ്ങനെ കൊടുക്കല്ലേ. യേശു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവേ. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നവനല്ല, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവനാണ്. ഈ കൊടുക്കുന്നവനും ഇതെടുക്കും, കൊടുക്കുന്നവനും ഇതെടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ ജിജി മോഹൻ പാസ്റ്ററിന് അല്ലെങ്കിൽ സന്തോഷ് പാസ്റ്ററിന് ഈ ലോർഡ്സ് ടേബിൾ എൻ്റെ കൈകൊണ്ട് ഞാൻ കൊടുത്താൽ ഒരിക്കലും ഞാൻ തന്നെ മേശയിൽ നിന്ന് എടുത്ത് കഴിക്കില്ല. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് അത് സ്വീകരിക്കും. കാരണം എടുക്കുന്നവനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. എടുക്കുന്നവൻ തന്നെ താൻ ശോധന ചെയ്യണം. എടുക്കുന്നവൻ തന്നെ താൻ കണ്ണുകൾ അടച്ച് എടുക്കുന്നവൻ തന്നെ താൻ ശോധന ചെയ്യണം.